എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്ക് പൊതുവിൽ അറിയാം, ഓഹരി വിപണിയിൽ വിജയം നേടാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ അതിന് തയ്യാറെടുപ്പ് നടത്തേണ്ടത്. അപ്പോൾ പുതിയതായി മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ മറ്റുള്ളവർ ഷെയർ ചെയ്യാനുള്ളൊരു സന്മനസ്സും കൂടി കാണിക്കുക. അപ്പോൾ ഓഹരി വിപണി, അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, ഒരാൾക്ക് സമ്പാദ്യത്തിൻ്റെ വാതിൽ തുറക്കാം. അതുപോലെ തെറ്റായ തീരുമാനങ്ങളിലൂടെ നഷ്ടത്തിലേക്കും നമ്മളെ തള്ളിവിടാം. ഓഹരിയിൽ വിജയിക്കുക ഭാഗ്യം കൊണ്ടല്ല, അറിവും മനോഭാവവും കൊണ്ടാണ് എന്നതാണ് ഏറ്റവും വലിയ പരമമായ സത്യം. വിജയിക്കാൻ രണ്ട് വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്തത് പ്രായോഗികമായ ഒരു തയ്യാറെടുപ്പ്, അതായത് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മാനസികവും വികാരാത്മകവുമായ തയ്യാറെടുപ്പ്, അതായത് മെൻ്റൽ ആൻഡ് ഇമോഷണൽ പ്രിപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു അറിവിൻ്റെ ശക്തിയാണ് ഇവിടെ നമ്മൾക്ക് ആദ്യമായിട്ട് വേണ്ടത്. അതായത് അടിസ്ഥാന പഠനം. ഓഹരി എന്താണ്, IPO എന്താണ്, ഡിവിഡൻഡ്, ബോണസ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, PE റേഷ്യോ, EPS തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതുകൂടാതെ ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കുക. ചാർട്ടുകൾ വായിക്കാൻ പഠിക്കുക. അതായത് ചാർട്ട് ഒരു ആർട്ടാണെന്നാണ് പറയുക. ചാർട്ടിലാണ് ഇതിൻ്റെ ആത്മാവിരിക്കുക എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ട്രെൻഡ്, ഏത് ട്രെൻഡ്, അപ്പ് ട്രെൻഡാണോ ഡൗൺ ട്രെൻഡാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സപ്പോർട്ട് മനസ്സിലാക്കിയിരിക്കണം. റെസിസ്റ്റൻസ് എവിടെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. മൂവിങ് ആവറേജ് എന്നിവ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൂടാതെ വാങ്ങൽ, വിൽപ്പന, അതിലുള്ള വോള്യത്തിലുള്ള കൂടുതൽ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ഫണ്ടമെൻ്റൽ അനാലിസിസ് കമ്പനിയുടെ ലാഭം, കടം, വളർച്ചാ സാധ്യതകൾ, മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ ട്രെൻഡുകൾ, അതൊക്കെയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതും നമ്മളിതിൽ മനസ്സിലാക്കണം. അതുകൂടാതെ അറിവില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു നിക്ഷേപം ഒരു ചൂതാട്ടം പോലെയാണ്. അതായത് കണ്ണ് കാണാത്ത ഒരാൾ മാവിലുമ്മ എറിയുന്ന പോലെ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. പക്ഷേ അറിവോടെ അറിഞ്ഞിട്ട് ചെയ്യുന്ന നിക്ഷേപത്തിന് അറിവില്ലാതെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലാഭക്ഷമത ഉണ്ടാകും. പിന്നുള്ളത് ദീർഘകാല ഒരു വീക്ഷണമാണുള്ളത്. അതായത് വിപണിയിൽ ധനികനാകാനായിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്കൊരു സാധിക്കില്ല. അപ്പോൾ ദീർഘകാലമായ ഒരു ദൃഷ്ടി നമുക്ക് വേണം. അതുകൂടാതെ ഷോർട്ട് ടേം, അതുകൂടാതെ സ്പെക്കുലേഷൻ, അതായത് അതിൽ തന്നെ ഡേ ട്രേഡിങ് വരും, ഫ്യൂച്ചർ ട്രേഡിങ് വരും, ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ റിസ്ക് പിടിച്ചാണ്, അതിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ വ്യക്തമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനും ശേഷം മാത്രമേ ഇതിലേക്ക് കടക്കാനായിട്ട് പാടുള്ളൂ. അതായത് ഡേ ട്രേഡിങ്ങിലും സ്പെക്കുലേഷനും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കും. പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ഏകദേശം 3 വർഷം മുതൽ 10 വർഷം വരെ, അതിലാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ നൽകുക. പക്ഷേ വലിയ നേട്ടങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ മൂല്യവത്തായ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ കമ്പനികൾ, ഡിവിഡൻഡ് കൊടുക്കുന്ന ആ ഭീമാകാരന്മാരിൽ വേണം നമ്മൾ നിക്ഷേപിക്കുക. അല്ലാതെ നമ്മളൊരു ഈയാമ്പാറ്റ പോലെയുള്ള കമ്പനികൾ എന്ന് നിശ്ചയിച്ചാൽ ഒരു ഓളത്തിൽ ആ കമ്പനികൾ ഇങ്ങനെ ഉയർന്നു പോവുകയും അടുത്ത സ്റ്റെപ്പിൽ അത് താഴ്ചയ്ക്ക് വരികയും ചെയ്തു. അതിൽ നമ്മൾ പറയുമ്പോൾ ഇൻഫോസിസ്, ടാറ്റ കൺസൾട്ടൻസി, ഹിന്ദുസ്ഥാൻ ലിവർ പോലുള്ള കമ്പനികളിൽ നമ്മൾ ഒരു 15 അല്ലെങ്കിൽ 10 വർഷം മുമ്പൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല റിട്ടേൺ കിട്ടുക. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾ നമ്മൾ നോക്കി വയ്ക്കുക, നല്ല ഭാവിയിലേക്ക് ഉപകാരപ്രദമായ കമ്പനികൾ, എന്നിട്ട് വേണം അതിൽ നിക്ഷേപിക്കാൻ. അതുകൂടാതെ തന്നെ അപകട സാധ്യത, അതായത് റിസ്ക് മാനേജ്മെൻറ്റ്. ഒരിക്കലും മുഴുവൻ പണവും ഒറ്റ ഓഹരികൾ ഇടരുത്. മിനിമം പറയുകയാണ് 10 മുതൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ടുകൾ 10 മുതൽ 20 വരെയുള്ള കമ്പനികളിൽ ഡിവൈഡ് ചെയ്ത് ഇടാൻ ആണ് മിക്കവരും പറയുക. അതായത് അതിൽ തന്നെ IT സെക്ടർ, ബാങ്ക് സെക്ടർ, ഫാർമ സെക്ടർ, FMCG, എനർജി, ഇങ്ങനെയുള്ള ഓരോ സെക്ടറിൽ എടുത്തിട്ട് അതിൽ നിന്ന് നല്ല 1-2 കമ്പനികൾ എടുത്തിട്ട് അതിൽ നിക്ഷേപിക്കുക എന്നതാണ് ഏറ്റവും നല്ല അഭികാമ്യമായ കാര്യം. അതുകൂടാതെ കൃത്യമായ റിസ്ക് മാനേജ്, ഏത് ലെവലിൽ താഴേക്ക് വന്നാലാണ് നമുക്ക് അവിടെ നിന്ന് ഒരു സേഫ്റ്റി പോയിൻ്റ് എടുത്തിട്ട് മാറുക, ആ ലെവലിൽ നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായി പരിപാലിക്കണം. നഷ്ടം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആ ഓഹരി പിന്നെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അത് വിറ്റുമാറി പുറത്ത് കടന്ന് നല്ല കമ്പനികൾ സെർച്ച് ചെയ്തിട്ട് വാങ്ങുന്നതാണ് അഭികാമ്യം. വിജയം എത്ര നേടുന്നു എന്നതിൽ അല്ല കാര്യം, നഷ്ടം എത്ര ഒഴിവാക്കുന്നു എന്നതിലാണ് കാര്യമുള്ളത്.
പിന്നെ നമ്മൾ നോക്കാനുള്ളത് മാനസികമായ നമ്മളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഓഹരി വിപണിയിൽ ഏകദേശം 70% നമ്മുടെ മനോഭാവവും 30% മാത്രമാണ് അറിവുമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ എന്നാണ് ലോകോത്തരമായ മാർക്കറ്റ് വിദഗ്ധർ പറയുന്നത്. കാരണം ഭയം, അധൈര്യം, ലാഭത്തിലുള്ള ഒരു ഗ്രീഡി ഇവ ആണ് നമ്മളെ പരാജയപ്പെടുത്തുന്ന മുഖ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 70% മനോഭാവം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ഉറച്ച് ഇരിക്കുക. അതിന് വേണ്ടിയിട്ട് ധൈര്യവും ക്ഷമയും നല്ല രീതിയിൽ വേണ്ടത്. വിപണിയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കും, അല്ലാണ്ട് വിപണി നേരെ ഉയർന്നു പോവുകയോ നേരെ താഴ്ന്നു പോവുകയോ ഉണ്ടാവില്ല. അപ്പോൾ ഇടിവ് വന്നാൽ എന്തുകൊണ്ടാണ് ഇടിവ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മൾ ഒരു ഭയപ്പാടിൻ്റെ കാര്യമില്ല, കാരണങ്ങൾ റീസൺ മനസ്സിലാക്കണം. അപ്പോൾ ഉയരുമ്പോൾ എന്തുകൊണ്ടാണ് ഉയരുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ നമുക്ക് ലാഭം വരുമ്പോൾ ആ കിട്ടിയ ലാഭത്തിൽ നമ്മൾ തൃപ്തിപ്പെടാനായിട്ട് ശ്രമിക്കണം. ഇനി കൂടി കാത്തിരുന്നാൽ ലാഭം ഇരട്ടിയാകും എന്ന ചിന്ത പലപ്പോഴും ചിലപ്പോൾ നമ്മളെ നഷ്ടത്തിലേക്ക് നയിക്കാം. അതുകൂടാതെ നമ്മൾ മുന്നേ പറഞ്ഞു പരാജയത്തെ സ്വീകരിക്കുക. അപ്പോൾ നഷ്ടം സംഭവിച്ചാൽ അതൊരു പഠനമായി കാണുക, എന്തുകൊണ്ട് നഷ്ടം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക. പരാജയം ഇല്ലാതെ നല്ലൊരു നിക്ഷേപകനാവാൻ നമുക്ക് സാധിക്കില്ല. അതുകൂടാതെ നമ്മളെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് നോയ്സ്, അതായത് അപവാദങ്ങൾ, വ്യാജ വാർത്തകൾ, അതൊക്കെ കേട്ട് നമുക്ക് ഒരു തീരുമാനത്തിൽ എത്തുന്നത് അത്ര നല്ല കാര്യങ്ങളല്ല. തീരുമാനങ്ങൾ എപ്പോഴും നമ്മളെ അനാലിസിസ് ആകണം, അല്ലാതെ ഇമോഷണൽ വെച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത് നമ്മൾ. അതുകൂടാതെ വിജയത്തിലേക്ക് ദിനം പ്രതി നമ്മൾ പരിശീലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതായത് 15 മിനിറ്റെങ്കിലും നമ്മൾ വിപണി വാർത്തകൾ അല്ലെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ നമ്മളെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഓഹരികൾ, അതിൻ്റെ നിജസ്ഥിതികൾ, അതിൻ്റെ ഉയർച്ച താഴ്ചകൾ, അതിൻ്റെ ഫണ്ടമെൻ്റൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം പഠിക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. അതുകൂടാതെ ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാക്കുക. 1 വർഷം, 3 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിലേക്കുള്ള അതുപോലെയുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കുകയും അതിൻ്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതായത് ഒരു മനസ്സിനെ ഒരു പോസിറ്റീവ് അഫർമേഷൻ അത് ഇങ്ങനെ കൊടുക്കുക. ഞാൻ പഠിച്ച് മുന്നോട്ട് പോകുന്ന നിക്ഷേപകനാണ്, ഞാൻ നഷ്ടത്തെ പേടിക്കുന്നില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലൊരു വിട്ട് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനൊരു നല്ലതായിട്ട് വരും. അതുകൂടാതെ നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ ഒരു ട്രേഡറൊക്കെ ആകുമ്പോൾ എപ്പോഴും സ്ട്രെസ്സും അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുകളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യോഗ, ധ്യാനം, വ്യായാമം ഇവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഇതൊക്കെ നല്ലതാണ്. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, വലിയ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ്, അതായത് വാറൻ ബഫറ്റ്, രാകേഷ് ജുൻജുൻവാല പോലുള്ളവരൊക്കെ ഒരു ദിവസം കൊണ്ടല്ല വിജയിച്ചത്, പതിറ്റാണ്ടുകൾ കൊണ്ട് അവർ ക്ഷമയോടെ നേടിയെടുത്ത അറിവ് കൊണ്ടാണ് അവർ വിജയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു വിജയം നേടാനായിട്ടൊരു 10 കാര്യങ്ങൾ ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. അറിവില്ലാതെ ഒരിക്കലും നിക്ഷേപിക്കരുത്, ഒന്നാമത്തത്. പിന്നെ ലോഭത്തോടെയും ഭയത്തോടെയും മാർക്കറ്റിനെ കാണരുത്. പിന്നെ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് കൃത്യമായി പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ദീർഘകാലത്തേക്കുള്ള ഒരു വിഷൻ നമുക്ക് വേണം. പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക, അതായത് നമ്മൾ പറഞ്ഞല്ലോ 10 അല്ലെങ്കിൽ 20 മുതൽ ഷെയറിൽ വേണം നിക്ഷേപിക്കാനുണ്ട്. പിന്നെ വാർത്തകൾ പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് യഥാർത്ഥ വാർത്തകൾ, അല്ലാണ്ട് ഉള്ള വാർത്തകളല്ല, പലതരം വാർത്തകൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ, അതല്ലാണ്ട് യഥാർത്ഥ വാർത്തകൾ പരിശോധിച്ച് അതിൽ ഒരു തീരുമാനത്തിൽ എത്തുക. നമ്മുടേതായ സ്വന്തം ഒരു പോർട്ട്ഫോളിയോ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക, സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് വിജയിക്കാനുള്ള ഒരു കാരണങ്ങൾ. അതായത് നമ്മുടെ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പാദ്യത്തിൻ്റെ ഒരു സമുദ്രം ആണെന്ന് പറയാം. പക്ഷെ അതിൽ നീന്താനായിട്ട് അറിവ്, ക്ഷമ, മാനസികമായ കരുത്ത് എന്നിവ നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിജയകരമായ നിക്ഷേപകനാവാൻ പ്രായോഗിക തയ്യാറെടുപ്പുകളും ഒരു മാനസിക മോട്ടിവേഷൻ പരിശീലനം ഒരുപോലെ അനിവാര്യമാണ്. അവസാനമായിട്ട് പറയുകയാണെങ്കിൽ വിപണി ഭയപ്പെടുന്നവരെ പുറത്താക്കും, ലോബികളെ തകർക്കും, പക്ഷേ അറിവും ക്ഷമയും ഉള്ളവരെ ശാശ്വതമായ വിജയത്തിലേക്ക് കൊണ്ടുപോകും.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വിജയിക്കാൻ വേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഒരു സബ്സ്ക്രൈബും നൽകുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.